ഹായ് ഫ്രണ്ട്സ്, ജാസി വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ മട്ടൻ കുറുമയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഇതിനായി ചുവന്നുള്ളി, പട്ട, ബേ ലീവ്സ്, ഗ്രാമ്പൂ, പിന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച വെളുത്ത കസകസ്. നമുക്കിതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്ത് ഇതെല്ലാം ഇതിലേക്ക് ചേർത്തതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഏകദേശം ബ്രൗൺ കളറാകുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. മൂത്ത് വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ചൂടാറാനായിട്ട് വെക്കണം. ചൂടാറി കഴിഞ്ഞാൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. 2 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മളിപ്പോൾ അരച്ച പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മസാല എല്ലാ വശത്തേക്കും തട്ടുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതൊരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ നന്നായി കുതിർത്തെടുത്തതാണ്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ അണ്ടിപ്പരിപ്പിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. നീളത്തിലരിഞ്ഞ സവാള ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. സ്വല്പം മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്ത് കൊടുത്തിട്ടാണ് വഴറ്റി കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് വഴന്ന് വന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അപ്പം തക്കാളിയും ചേർത്ത് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ മസാല നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മട്ടന് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ മട്ടനൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. 4 വിസിലടിച്ചതിന് ശേഷം കുക്കർ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ മട്ടൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് ചള്ള് മട്ടനായതുകൊണ്ട് 4 വിസിലിൻ്റെ ആവശ്യം വന്നുള്ളൂ. ഇപ്പോൾ ദേ നമ്മുടെ മട്ടൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അണ്ടിപ്പരിപ്പ്, തേങ്ങാപ്പാൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി കറി നന്നായിട്ടൊന്ന് തിളക്കാനായിട്ട് വെക്കണം. ഇപ്പോൾ നമ്മുടെ കറി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെറുതായി അരിഞ്ഞ മല്ലിയിലയും കറിവേപ്പിലയും ഗരം മസാലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ മട്ടൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഫീഡ്ബാക്കായിട്ട് എന്നെ അറിയിക്കണം. പിന്നെ ഇതിൻ്റെ കറക്റ്റ് ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കാണണം. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.